ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ KTU BTECിന്റെ 2024 സ്കീം പ്രകാരമുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോവുക, നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണുക കേട്ടോ. എന്നിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. ഒരു കണ്ടിന്യൂറ്റി കിട്ടിയാലേ നമുക്ക് ക്ലാസ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ലിമിറ്റ്സ് ഓഫ് കോഷ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിമിറ്റ്സ് ഓഫ് കോഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലിമിറ്റ്സ് ഓഫ് കോഷ്യൻസ് ആണ് കേട്ടോ, ലിമിറ്റ്സ് ഓഫ് കോഷ്യൻസ്. അപ്പോൾ ഈ ഒരു ലിമിറ്റ്സ് ഓഫ് കോഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 5 എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 25. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 5 എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 25. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ സാധാരണ ലിമിറ്റ്സിന്റെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാ ചെയ്യുക? എക്സ് ഉള്ള പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കും? ഇപ്പൊ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 5 ആണെങ്കിൽ എക്സിന് എന്ത് കൊടുക്കും? 5 കൊടുക്കും ആണല്ലോ. ഇവിടെ നിങ്ങളൊന്ന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ദാറ്റ് മീൻസ് 5 സ്ക്വയർ. 5 സ്ക്വയർ എത്ര കുട്ടികളെ? 25. 25 മൈനസ് 25 ആണല്ലോ. അപ്പൊ എത്ര കിട്ടി? 5 മൈനസ് 5 0, 25 മൈനസ് 25 0. അപ്പൊ 0/0 ഫോമിലാണ് വരുന്നത്. ഈ 0/0 ഫോമിൽ വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ പഠിച്ചു വെച്ചോ. സ്റ്റാർ ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പായിട്ടും എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഈ ഒരു 0/0 ഫോമിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഡിനോമിനേറ്ററിന് എന്ത് എലിമിനേറ്റ് ചെയ്യണം? ഈ ഒരു ഈ സീറോ വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്ത് ആൻസറിലോട്ട് വരണം. ഓക്കെ, അതെങ്ങനെ ചെയ്യാം? നമുക്കറിയാം അല്ലേ, എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 25. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലായിരുന്നോ? നമുക്ക് ഈ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ ഈ 0/0 ഫോം വരുന്ന ആ കേസിൽ വരുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത്, മാക്സിമം വരുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും കേട്ടോ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ഇവിടെ നമുക്ക് ആ ഒരു ഫോമിൽ കിടപ്പുണ്ട് അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 25 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 ഇങ്ങനെ എഴുതാമല്ലോ. ഇനി എക്സ് മൈനസ് 5 ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 5 1 ബൈ എക്സ് പ്ലസ് 5 എന്നാകും. ഇനി നമുക്ക് പ്രശ്നമല്ല അല്ലേ. 1 ഡിവൈഡ് ബൈ എക്സിന് എന്ത് കൊടുക്കുക? 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 1/10 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ 0/0 ഫോം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ നിന്ന് ഈ 0 നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്താലേ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. ഡിപ്പെൻഡ്സ് അപ്പോൺ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഇപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ ഒരു ഐഡന്റിറ്റി ഫോം വന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റി. എപ്പോഴും ഈ ഒരു ഐഡന്റിറ്റി ഫോമിൽ തന്നെ വരണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു മൈനസ് 3 എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3. ഇവിടെ എന്താ പ്രത്യേകത? എക്സിന് നിങ്ങൾ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. -3 ന്യൂമറേറ്ററിൽ -3 പ്ലസ് 3 ആകുമ്പോൾ അവിടെ 0 ആകും ആണല്ലോ. 0 ഡിവൈഡഡ് ബൈ ഇവിടെ -3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 9. 4 ഇൻറ്റു -3 -12 പ്ലസ് 3 ആണല്ലോ. ഈ 9 പ്ലസ് 3 എന്ന് പറയുന്നത് 12 ആണ്. 12 മൈനസ് 12 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0/0 ഫോമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 0 വരുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അത് നിങ്ങൾ ചെയ്യേണ്ട കുട്ടികളെ. ഇവിടെ നമുക്ക് ഐഡന്റിറ്റി ഒന്നും വർക്ക് ആവത്തില്ല. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3 എവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കണ്ടോ. എക്സ് പ്ലസ് 3 ന്യൂമറേറ്റർ നമുക്കൊന്നും ചെയ്യാനില്ല, അതാണ് അതുപോലെ ഇടുക. ഡിനോമിനേറ്ററിൽ നമുക്ക് എക്സ് സ്ക്വയർ, ഈ 4x ഉണ്ടല്ലോ, ഈ 4x നമുക്ക് എങ്ങനെ എഴുതാം? 3x പ്ലസ് എക്സ് എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ. പ്ലസ് 3
എന്തിനാ 3x plus 3 എന്ന് മിസ് എഴുതിയത്? നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു x plus 3 കിടപ്പുണ്ട് ആണല്ലോ, ഡിനോമിനേറ്ററിൽ ഒരു x plus 3 കൊണ്ടുവരണം. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു x plus 3 ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലും അതേ ടേം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ ഇപ്പോൾ 4x ആ കിടക്കുന്നത്. അപ്പോൾ 3x നമുക്ക് കൊണ്ടുവരാൻ പറ്റും. 3x plus x എന്ന് എഴുതിയിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x plus 3 കിട്ടും കേട്ടോ. അപ്പോൾ x plus 3 ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ x സ്ക്വയർ പ്ലസ് 3x ഉണ്ട്, ഇവിടെ x ഉണ്ട് പ്ലസ് 3 ഉണ്ട് അല്ലേ. ദേ ഇവിടെ ഒരു x പ്ലസ് 3 ഉണ്ട്. ഇവിടെ നോക്കിയേ x സ്ക്വയർ പ്ലസ് 3x ന്ന് മിസ് എക്സിന് പുറത്തെടുക്കുകയാണ്. അന്നേരം ഇവിടെ x പ്ലസ് ഈ 3x ന്ന് x പുറത്ത് പോകുമ്പോൾ 3 ആയി. നമുക്ക് അങ്ങനെ എഴുതാം. പ്ലസ് ആ x പ്ലസ് 3 ഒരുമിച്ച് എഴുതി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ x പ്ലസ് 3 ഉണ്ട്, ഇവിടെ x പ്ലസ് 3 ഉണ്ട്. ഈ രണ്ട് ടേംസ് നമുക്ക് x പ്ലസ് 3 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ x പ്ലസ് 3 ഡിവൈഡഡ് ബൈ x പ്ലസ് 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉള്ളത്? ബാക്കി x ഉണ്ട് പ്ലസ് ഈ x പ്ലസ് 3 കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 1 അല്ലേ. 1. ഈ x പ്ലസ് 3 ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കിട്ടിയേ? 1 ബൈ x പ്ലസ് 1 എന്നായില്ലേ? ആയില്ലേ? ഇനി എന്ത് ചെയ്യുക? ഇനി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ലിമിറ്റ് എന്തായിരുന്നു? ലിമിറ്റ് x ടെൻസ് ടു -3 നമ്മുടെ ഫംഗ്ഷൻ ആയിരുന്നു. നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് 1 ബൈ എക്സ് പ്ലസ് 1 എന്നാക്കിയിട്ടുണ്ട്. 1 ബൈ -3 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ -2 വിച്ച് ഇസ് ഈക്വൽ ടു -1/2. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിമിറ്റ് x ടെൻസ് ടു -5 x സ്ക്വയർ plus 3x minus 10 the whole divided by x plus 5. Okay, x square plus 3x minus 10 whole divided by x plus 5. ഇതാണ് നമ്മുടെ ഫോം. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് x ഈക്വൽ ടു -5 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 0/0 ഫോം തന്നെ കിട്ടും. മിസ് ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് 0/0 ഫോമേ കിട്ടത്തുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിനോമിനേറ്ററിൽ ഒരു x പ്ലസ് 5 ഉണ്ട് അല്ലെ, ന്യൂമറേറ്ററിൽ ഒരു x പ്ലസ് 5 കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ നമുക്ക് കൊണ്ടുവരാം. നോക്കിക്കേ, ഇസ് ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 3x മൈനസ് 10 ഡിവൈഡഡ് ബൈ x പ്ലസ് 5 ആണല്ലോ. നമുക്കിനി ഇതിനെ റെഡ്യൂസ് ചെയ്യാം. x സ്ക്വയർ, നമുക്കിവിടെ ഇപ്പോൾ 3x ഉണ്ട്, 3x അല്ലേ നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് പക്ഷെ ഇവിടെ 5 വരണം അല്ലേ, ആണല്ലോ. അപ്പോൾ 5 കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 3x നമുക്ക് എങ്ങനെ എഴുതാം കുട്ടികളെ? പ്ലസ് 5x മൈനസ് 2x എന്ന് എഴുതിക്കൂടെ? എഴുതാം. -10 ഹോൾ ഡിവൈഡഡ് ബൈ x പ്ലസ് 5. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ചെയ്യാം. ഈ x സ്ക്വയർ പ്ലസ് 5x ഗ്രൂപ്പ് ചെയ്തേ. അവിടെ നിന്ന് x കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് വരുന്നത് ഒരു x ഉണ്ട് പ്ലസ് 5 ഉണ്ട്. ഓക്കെ, മൈനസ് ഇവിടെ -2x മൈനസ് 10 ആണ്. ആ മൈനസ് ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി വരുന്നത് 2x മൈനസ് 10 ആണല്ലോ, ഡിവൈഡഡ് ബൈ x പ്ലസ് 5. കഴിഞ്ഞിട്ടില്ല. x ഇൻറ്റു എക്സ് പ്ലസ് 5 മൈനസ് ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ, 2 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. നമുക്ക് 2 അങ്ങ് പുറത്തെടുക്കാം. 2 പുറത്തെടുത്താൽ ഇവിടെ എക്സും ഇവിടെ എന്താകും? 2 പുറത്തെടുക്കുമ്പോൾ ഇവിടെ എക്സ് ആകും. ഇവിടെയോ 2 പുറത്തെടുക്കുമ്പോഴത്തേക്കും 10/2 ദാറ്റ് ഈസ് 5 ആകും. എത്രയാകും? 5 ആകും. ഹോൾ ഡിവൈഡഡ് ബൈ ഇത് പ്ലസ് ആണ്, ഇവിടെ മിസ് മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആ വരുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് വരും? എക്സ് പ്ലസ് 5 ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും എക്സ് പ്ലസ് 5 കോമൺ എടുക്കാൻ പോവാണ്. അന്നേരം എന്ത് കിട്ടും? എക്സ് പ്ലസ് 5 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ഇൻറ്റു ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ -2. അപ്പോൾ എക്സ് -2 ആണല്ലോ. ഇവിടെ നിന്ന് എക്സ് പ്ലസ് 5 എടുത്തു, ഇവിടെ നിന്ന് എക്സ് പ്ലസ് 5 എടുത്തു. അപ്പോൾ കോമൺ എടുക്കുമ്പോൾ അത് പുറത്ത് പോയി. ബാക്കി ഇവിടെ റിമൈനിങ് ആയിട്ട് ഈ ഫസ്റ്റ് ടേമിന്റെ കൂടെ എക്സ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ടേമിന്റെ കൂടെ -2 ഉണ്ടായിരുന്നു. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5 ആണല്ലോ.
ഈ എക്സ് പ്ലസ് 5 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയായിട്ട് കിട്ടി? എക്സ് മൈനസ് ടു. ഇനി ലിമിറ്റ് കൊടുത്തേ കുഞ്ഞുങ്ങളെ. ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 5 എക്സ് മൈനസ് ടു ആണല്ലോ. എക്സ് ടെൻസ് ടു മൈനസ് 5 എക്സ് മൈനസ് ടു. ഇനി എക്സിന് -5 കൊടുത്തേ. -5 കൊടുക്കുമ്പോൾ -5 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു -7. എത്ര കിട്ടി? -7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പ്രോബ്ലം. ലിമിറ്റ് t tends to 1 t tends to 1 t square plus t minus 2 divided by t square minus 1. ഈ എടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റിനകത്തുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ സിലബസ് ടെക്സ്റ്റ് തോമസ് കാൽക്കുലസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. തോമസ് കാൽക്കുലസ്. ഓക്കെ, സിലബസ് ടെക്സ്റ്റിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. സോ നോക്കിക്കേ, ലിമിറ്റ് t tends to 1 t square plus t minus 2 divided by t square minus 1. ഇവിടെ t നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് കിട്ടും? 0 ആയി പോകും. 0/0 ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഫംഗ്ഷനെ കുറച്ചൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ആ 0/0 ഫോം എലിമിനേറ്റ് ചെയ്യാൻ പോവാണ്. t square plus t minus 2 divided by t square minus 1 ആണല്ലോ, which can be written as. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? t square plus t minus 2 divided by t square minus 2 can be written as. എങ്ങനെ എഴുതാം നമുക്കിതിനെ? t square plus t minus 2 divided by t square minus 1 നമുക്ക് t plus 1 into t minus 1 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? t plus 1 into t minus 1 എന്ന് എഴുതാം അല്ലേ? ഇനി ടിക്ക് 1 കൊടുത്തു നോക്കിക്കേ. ഇവിടെ ഡിനോമിനേറ്ററിൽ ടിക്ക് 1 കൊടുക്കുമ്പോൾ 0 ആകാൻ ചാൻസ് ഉള്ള ടേം ഏതാണ്? t മൈനസ് 1 ടേം ആണ് അല്ലെ? t മൈനസ് 1 ടിക്ക് 1 കൊടുക്കുമ്പോഴത്തേക്കുമാണ് ഈ ടേം എന്താവുന്നത്? 0 ആകുന്നത്. അപ്പൊ നമുക്ക് t മൈനസ് 1 ആണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്? എലിമിനേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് t മൈനസ് 1 കൊണ്ടുവരണം. ന്യൂമറേറ്ററിലും t മൈനസ് 1 നമുക്ക് കൊണ്ടുവന്നാൽ പോരെ? മതിയല്ലോ. നോക്കിക്കേ, ഈ ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? t സ്ക്വയർ പ്ലസ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? 2t മൈനസ് ടി എന്ന് എഴുതിക്കൂടെ? 2t മൈനസ് ടി, ദെൻ -2 ഡിവൈഡഡ് ബൈ t പ്ലസ് 1 ഇൻറ്റു t മൈനസ് 1 ആണല്ലോ. അപ്പൊ 2t മൈനസ് ടി ഇനി നമുക്ക് കോമൺ എടുക്കുമ്പോഴത്തേക്കും t മൈനസ് 1 ന്യൂമറേറ്ററിൽ കിട്ടിക്കോളുവേ. t സ്ക്വയർ പ്ലസ് 2t അവിടെ നിന്ന് ഓക്കെ, നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം നോക്കിക്കേ. ഈ ടി സ്ക്വയറും മൈനസ് ടി നമുക്ക് ഒരുമിച്ച് എടുക്കാം. അപ്പൊ ടി സ്ക്വയർ മൈനസ് ടി പ്ലസ് 2t മൈനസ് 2 എന്ന് മിസ് എഴുതിയ കേട്ടോ, ഡിവൈഡഡ് ബൈ ടി പ്ലസ് 1 ഇൻറ്റു ടി മൈനസ് 1. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ടി പുറത്തെടുക്കുകയാണ്, ഇതിൽ നിന്ന് 2 പുറത്തെടുക്കുകയാണ്. അന്നേരം എന്ത് കിട്ടും? നമുക്ക് എന്താ കുട്ടികളെ എലിമിനേറ്റ് ചെയ്യേണ്ടത്? t മൈനസ് 1 ആണല്ലോ എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് t മൈനസ് 1 ന്യൂമറേറ്ററിൽ കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ടി സ്ക്വയർ മൈനസ് ടി എന്ന് പറഞ്ഞ ടേമിന് ടി അങ്ങ് പുറത്തെടുത്തേ. അപ്പോൾ അന്നേരം എന്ത് കിട്ടും? t മൈനസ് 1 പ്ലസ് ഈ രണ്ട് ടേമിലും 2 കോമൺ ആണ്. അപ്പോൾ 2 ഇൻറ്റു t മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ t പ്ലസ് 1 ഇൻറ്റു t മൈനസ് 1 ആണല്ലോ. t പ്ലസ് 1 ഇൻറ്റു t മൈനസ് 1 ഇത്ര നമ്മൾ പഠിച്ചു. ഇനി എന്താ ചെയ്യേണ്ടേ? ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ എന്തുണ്ട്? t മൈനസ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് t മൈനസ് 1 അങ്ങ് കോമൺ എടുക്കാം. t മൈനസ് 1 കോമൺ എടുത്താൽ ഇവിടെ എന്താ ബാക്കിയുള്ളത്? t ആണ് അല്ലേ? ഇവിടെ എന്താ ഉള്ളത്? 2 ആണ്. t പ്ലസ് 2 ഡിവൈഡഡ് ബൈ താഴെ t പ്ലസ് 1 ഇൻറ്റു t മൈനസ് 1 ആണുള്ളത്. ഈ t മൈനസ് 1 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കുട്ടികളെ കിട്ടുക? t പ്ലസ് 2 ഡിവൈഡഡ് ബൈ t പ്ലസ് 1 ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ ആയി മാറി? t പ്ലസ് 2 ഡിവൈഡഡ് ബൈ t പ്ലസ് 1. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ്
t tends to 1, t plus 2 divided by t plus 1. t ക്ക് 1 കൊടുത്തേ 1 plus 2 divided by 1 plus 1 ആണല്ലോ. 1 plus 2 3, 1 plus 1 2. നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 3/2. എന്താ കിട്ടിയത്? 3/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിക്കേ, ലിമിറ്റ് x tends to -2 minus 2x minus 4 divided by x cube plus 2x square. x cube plus 2x square. x tends to -2 minus 2x minus 4 divided by x cube plus 2x square. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മൾ എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0/0 ഫോം ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഫംഗ്ഷനെ കുറച്ചുകൂടെ ചെറുതാക്കാനായിട്ട് പോവാണേ. ഇറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഒരു -2 കോമൺ എടുക്കാം. അന്നേരം നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് അകത്ത് 2 ആണല്ലോ. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. -2 ഇൻറ്റു എക്സ് -2x -2 ഇൻറ്റു 2 -4. ഈ ന്യൂമറേറ്റർ ടേം തന്നെ കിട്ടത്തില്ലേ? ഇത് നമ്മൾ -2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ന്യൂമറേറ്റർ ടേം തന്നെ കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ ഈ രണ്ട് ടേമിലും നമുക്ക് എക്സ് സ്ക്വയർ കോമൺ എടുക്കാം അല്ലേ? അപ്പൊ എക്സ് സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? എക്സ് സ്ക്വയർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സ് ഉണ്ട്, പ്ലസ് ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട് ആണല്ലോ. ഈ എക്സ് പ്ലസ് ടു അങ്ങ് കട്ട് ചെയ്തേ. ബാക്കി നമുക്ക് എന്താ കിട്ടുക? -2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആണല്ലോ. ഇനി ലിമിറ്റ് കൊടുത്തേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 divided by x square, which is equal to -2 divided by x into square, -2 into square, എന്ത് കിട്ടി? -2 divided by 4. അപ്പോൾ എന്ത് കിട്ടി? -1/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് y tends to 0, 5y cube plus 8y square whole divided by 3y raised to 4 minus 16y square. ഓക്കെ, ഇവിടെ നമ്മൾ 0 കൊടുത്താലും 0/0 ഫോം ആണ് വരുന്നത്. അന്നേരം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ന്യൂമറേറ്റർ ടേം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ടേം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? y ക്യൂബ് ഉണ്ട്, ഇവിടെ y സ്ക്വയർ ആണ്. നമുക്ക് y സ്ക്വയർ അങ്ങ് കോമൺ എടുക്കാം. നേരെ എന്ത് കിട്ടും? 5y plus 8 ആണല്ലോ, ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ് ഹയർ ടേം എന്ന് പറയുന്നത്? y raised to 4. ഇവിടെ ചെറിയ ടേം y സ്ക്വയർ. ആ y സ്ക്വയറും കോമൺ എടുത്ത് അന്നേരം എന്ത് കിട്ടും? 3y സ്ക്വയർ മൈനസ് 16 ആണല്ലോ. ഈ y സ്ക്വയർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ടേമേ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഈ y സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി yക്ക് 0 കൊടുത്തേ. ലിമിറ്റ് y ടെൻസ് ടു 0 കൊടുത്തേ. ലിമിറ്റ് y ടെൻസ് ടു 0 5y plus 8 divided by 3y square minus 16 എന്ന് പറയുന്നത് yക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി. 5 into 0 0 plus 8 divided by 3 into 0 0 minus 16 8/-16. 8 നമുക്ക് വെട്ടാലോ. അന്നേരം എന്ത് കിട്ടും? 1/2 അല്ലേ? ഒരു നെഗറ്റീവ് ഇവിടെ വരും, -1/2. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to 1 x raised to -1 divided by x minus 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെയും സെയിം സ്ഥിതി തന്നെയാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താകും? 0/0 ഫോമാ വരുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് x raised to -1, a raised to -1 എന്ന് പറയുന്നത് എന്താ കുട്ടികളെ? 1/a എന്ന് എഴുതാം. അതുപോലെ x raised to -1 can be written as 1/x -1 whole divided by x minus 1 ആണല്ലോ. LC എടുത്തേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, 1 can be written as 1/1. അപ്പോൾ 1 into 1 into 1 minus x into 1 minus x divided by x into 1. അപ്പോൾ എത്ര കിട്ടും? x whole divided by x minus 1. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഒരു 1
മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് മൈനസ് വൺ. ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ചെയ്തു തരാം. 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. എക്സ് മൈനസ് 1 ബൈ 1 ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ ആവും. ഈ ഒരു ടേമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആവും. 1 ബൈ എക്സ് മൈനസ് 1 എന്നാവും. ആണല്ലോ. അന്നേരം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 1 മൈനസ് എക്സ്, ഇവിടെ ഒരു എക്സ് മൈനസ് 1 ആണ്. നമുക്ക് ഇവിടെ ഈ ഒരു ടേമിൽ നിന്ന് ഒരു -1 അങ്ങ് പുറത്തെടുക്കാം. മൈനസ് പുറത്തെടുക്കുമ്പോൾ എന്താകും? എക്സ് മൈനസ് 1 എന്നാവും. ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് 1 എന്നാവും. ഓക്കെ, ഈ എക്സ് മൈനസ് 1 ഈ എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു -1 ബൈ എക്സ് എന്ന് കിട്ടി. ആണല്ലോ. ഇനി ലിമിറ്റ് കൊടുത്തേ നിങ്ങൾ. ലിമിറ്റ് x tends to 1 minus 1 by x is equal to minus 1 by 1 is equal to minus 1. എന്താ കിട്ടുക? -1 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അടുത്ത ദിവസം ചെയ്യാം. അടുത്ത ദിവസം നോക്കിക്കേ. ലിമിറ്റ് x tends to 0 1 by x minus 1 plus 1 by x plus 1 whole divided by x. ഓക്കെ, ഇതും 0/0 ഫോം തന്നെയാണ്. ഇത് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള കേസസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ നോക്കുക. അപ്പോൾ 1 by x minus 1 plus 1 by x plus 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 into x plus 1 ചെയ്യുമ്പോൾ x plus 1 പ്ലസ് ഈ 1 into x minus 1 ചെയ്യുമ്പോൾ x minus 1 ആണല്ലോ. ഹോൾ ഡിവൈഡഡ് ബൈ ഈ x minus 1 into x plus 1 ചെയ്യണം. x minus 1 into x plus 1 divided by x ആണല്ലോ, which is equal to, നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. x plus 1 plus x minus 1 divided by, നമുക്കറിയാം x minus 1 into x plus 1 എന്താ? a plus b into a minus b ഫോം ആണ്. a square minus b square. ഇവിടെ x square minus 1. ഇത് x can be written as x by 1 അല്ലേ? അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഈ എക്സ് മേളിൽ വരും. മേളിലല്ല, താഴെയാണ്. 1 by x ഇങ്ങനെ വരും. 1 by x എന്ന് പറഞ്ഞിട്ട് വരും. സോ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടും? ഈ +1 -1 പോയി എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. 2x by x square minus 1 into 1 by x. ഈ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ബാക്കി എന്താ കിട്ടുക? 2 by x square minus 1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ലിമിറ്റ് x tends to 0 2 by x square minus 1 ചെയ്യുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 by 0 minus 1, ദാറ്റ് ഈസ് -2. നമ്മുടെ ആൻസർ എന്താണ്? -2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് u tends to 1 u raised to 4 minus 1 whole divided by u cube minus 1. u raised to 4 minus 1 whole divided by u cube minus 1. ഇവിടെ നമ്മൾ യുവിന് 1 കൊടുക്കുമ്പോൾ 1 minus 1 0, ഇവിടെ 1 minus 1 എന്താകും? 0. ഓക്കെ, അപ്പോൾ 0/0 ഫോമിലോട്ടാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതിനെ മാറ്റാൻ പോവാണേ. അപ്പോൾ u raised to 4 can be written as, നമുക്ക് എങ്ങനെ എഴുതാൻ കുട്ടികളെ? u square the whole square എന്ന് എഴുതിക്കൂടെ? u squareന്റെ സ്ക്വയർ അല്ലേ u raised to 4 ആണല്ലോ. -1 can be written as 1 square divided by u cube minus 1 cube. നിങ്ങൾക്ക് അറിയായിരിക്കും, a cube minus 1 cube can be written as a minus 1 into, ഇതൊക്കെ ഐഡന്റിറ്റീസ് ആണ്, a സ്ക്വയർ പ്ലസ് a പ്ലസ് 1 ആണ്. ഇതൊരു ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് u ക്യൂബ് -1 നമുക്ക് എങ്ങനെ എഴുതാം? u minus 1 into u സ്ക്വയർ പ്ലസ് u പ്ലസ് 1 എന്ന് എഴുതാം. which is equal to, ഇത് നോക്കിക്കേ, ന്യൂമറേറ്ററിന്റെ ഈ ഒരു ടേം നമ്മൾ നോക്കുമ്പോൾ u സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അതായത് നമുക്കറിയാം a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോം ആണ്. അതായത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോം ആണ്. അപ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ u സ്ക്വയർ ആണെന്നുള്ള ഡിഫറൻസ് ഉണ്ട്. u സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു u സ്ക്വയർ മൈനസ് 1 ആണല്ലോ, ഹോൾ ഡിവൈഡഡ് ബൈ u minus 1 into u square plus u plus 1.
ഇത്രയും ഓക്കെയാണ്. ഇനി ഇവിടെ ഒരു യു സ്ക്വയർ മൈനസ് വൺ ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? യു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അന്നേരം എന്ത് കിട്ടും? യു സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു യു സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ നമുക്ക് യു പ്ലസ് വൺ ഇൻറ്റു യു മൈനസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ യു മൈനസ് വൺ ഇൻറ്റു യു സ്ക്വയർ പ്ലസ് യു പ്ലസ് വൺ എന്ന് എഴുതാം. ഈ യു മൈനസ് വണ്ണും ഈ യു മൈനസ് വണ്ണും ക്യാൻസൽ ആകും. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? യു സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു യു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് യു പ്ലസ് വൺ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? യുവിന് വൺ കൊടുത്ത് നോക്കിക്കേ നിങ്ങൾ. ലിമിറ്റ് യു ടെൻസ് ടു വൺ. ഫംഗ്ഷനിൽ യുവിന് വൺ കൊടുക്കുമ്പോൾ ഇവിടെ യുവിന് വൺ കൊടുക്കുമ്പോൾ വൺ സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൺ സ്ക്വയർ പ്ലസ് വൺ ആണല്ലോ. വൺ സ്ക്വയർ വൺ ആണ്. വൺ പ്ലസ് വൺ ടു ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ വൺ സ്ക്വയർ വൺ പ്ലസ് വൺ എത്രയാ? 3 ആണല്ലോ. 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4/3. ആൻസർ എത്രയാണ്? 4/3. കിട്ടിയില്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 9 root x minus 3 divided by x minus 9 is equal to limit x tends to 9. ഇവിടെ ഇപ്പോൾ റൂട്ട് എക്സ് എന്ന് വെച്ചാൽ റൂട്ട് 9 വരും അല്ലേ? എക്സിന് 9 കൊടുക്കുമ്പോൾ റൂട്ട് 9 3 മൈനസ് 3 0. ഇവിടെയും താഴെ 9 മൈനസ് 9 0. ഇപ്പോൾ 0/0 ഫോം ആണ് വന്നേക്കുന്നത്. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് 3. നമുക്കിനി എക്സ് മൈനസ് 9 നമുക്ക് എക്സ് മൈനസ് 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 3 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് പ്ലസ് 3 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 3 എന്ന് എഴുതാം. അപ്പോൾ അതിന് പകരം ഇവിടെ എഴുതുവാണ് റൂട്ട് എക്സ് പ്ലസ് 3 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 3 ആണല്ലോ. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് 3 ക്യാൻസൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 9 1 by root x plus 3 which is equal to 1 by root x root 9 plus 3 which is equal to 1 by root 9 is 3 plus 3 എത്ര കിട്ടും? 1/6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to 4x minus x square divided by 2 minus root x. 4x minus x square divided by 2 minus root x. Okay, this is equal to limit x tends to 4 നോക്കിക്കേ, 4x minus x square അല്ലേ? ഇവിടെ നിന്ന് നമുക്ക് x പുറത്തെടുക്കാതെ ന്യൂമറേറ്ററിൽ നിന്ന് x പുറത്തെടുത്താൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും? 4 minus x ആണല്ലോ, ഡിവൈഡഡ് ബൈ 2 മൈനസ് റൂട്ട് എക്സ്. ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2 മൈനസ് റൂട്ട് എക്സ്. സ്റ്റിൽ നമ്മൾ 4 എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 ഫോം തന്നെയാണ്, എലിമിനേറ്റ് ആവുന്നില്ല. ഇനി നമുക്ക് എലിമിനേറ്റ് മീൻസ് 0/0 ഫോമിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്കിനി അതിനെ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. 4 മൈനസ് എക്സ് കിടപ്പുണ്ടല്ലോ ന്യൂമറേറ്ററിൽ, താഴെ 2 മൈനസ് റൂട്ട് എക്സ് ഉണ്ട്. അപ്പോൾ ഒരു 2 മൈനസ് റൂട്ട് എക്സ് ന്യൂമറേറ്ററിൽ കൊണ്ടുവന്നാൽ പോരെ? അതിന് 4 മൈനസ് എക്സ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ 4 നമുക്ക് എങ്ങനെ എഴുതാം കുട്ടികളെ? 2 സ്ക്വയർ. എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സിന്റെ സ്ക്വയർ ആയിട്ട് എഴുതിക്കൂടെ? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു 2 മൈനസ് റൂട്ട് എക്സ്. 2 പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു 2 മൈനസ് റൂട്ട് എക്സ് ആണല്ലോ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x tends to 4 x into 4 minus x നമുക്ക് 2 plus root x into 2 minus root x divided by 2 minus root x ആണല്ലോ. ഈ 2 minus root x ഈ 2 minus root x ക്യാൻസൽ. ബാക്കി നമുക്ക് എന്താ കിട്ടും? ലിമിറ്റ് x tends to 4 x into 2 plus root x. ഇനി എക്സിന് 4 കൊടുത്തേ, 4 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 4 into 2 plus root 4 which is equal to 4 into 2 plus root 4 2 ആണ്. 2 plus 2 4. 4 into 4 എത്രയാ? 4 into 4 16. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 16 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ലിമിറ്റ് x tends to 1
x minus 1 divided by root of x plus 3 minus 2. Okay, which is equal to limit x tends to 1, x minus 1. ഇവിടെ നമുക്ക് നേരത്തെ കൂട്ടുള്ള ഐഡന്റിറ്റീസ് ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ചെയ്തില്ലായിരുന്നു, സെക്കൻഡ് ക്ലാസ് ലെക്ചർ 2-ലാണെന്ന് തോന്നുന്നു. അതിനകത്ത് നമ്മൾ കോൺജുഗേറ്റ്, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ 0/0 ഫോമിനെ എലിമിനേറ്റ് ചെയ്തു. അതേ പ്രൊസീജിയർ ആണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. വേറെ ഒന്നും ഇവിടെ വർക്കൗട്ട് ആവത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട റൂട്ട് എക്സ് പ്ലസ് 3 മൈനസ് 2 അല്ലേ. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 പ്ലസ് 2. അതിന് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 മൈനസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 പ്ലസ് 2 ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് 1 ഇൻറ്റു ന്യൂമറേറ്ററിൽ റൂട്ട് എക്സ് പ്ലസ് 3 പ്ലസ് 2, ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലോട്ട് എഴുതാം. എയുടെ സ്ക്വയർ, എയുടെ പ്ലേസിൽ റൂട്ട് എക്സ് പ്ലസ് 3 ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകും, ബാക്കി എക്സ് പ്ലസ് 3 മൈനസ് ബി സ്ക്വയർ. ബിയുടെ പ്ലേസിൽ 2 ആണ്. 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണല്ലോ. സോ എക്സ് മൈനസ് 1 റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ താഴെ എക്സ് 3 മൈനസ് 4 മൈനസ് 1, അപ്പോൾ എക്സ് മൈനസ് 1 ആണല്ലോ. ഈ എക്സ് മൈനസ് 1 ക്യാൻസൽ ആകും. ഇനി നമുക്ക് എന്ത് കൊടുക്കുക? എക്സിന് 1 കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് കൊടുത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഈ ഫംഗ്ഷന് വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 3 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ റൂട്ട് 1 പ്ലസ് 3 പ്ലസ് 2. റൂട്ട് ഓഫ് 1 പ്ലസ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? റൂട്ട് 4. റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. 2 പ്ലസ് 2 എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. എത്ര കിട്ടി? ആൻസർ എത്ര കിട്ടി? 4. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇന്ന് പഠിച്ചത്? കോഷ്യന്റ് റൂൾ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. 12 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിലബസ് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങൾ അറിയിക്കുക കേട്ടോ. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.